മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗംഗാധര മേനോനും മാലതിയും കൊല്ലപ്പള്ളിയിലെത്തിയിരിക്കുകയാണ്. അവിടെ കിച്ചണിൽ നിന്ന് മാലതിയോട് സംസാരിച്ചുകൊണ്ട് വരുന്ന കമലയെയാണ് കാണിക്കുന്നത്. ഹരിയും രഞ്ജുവും കോളേജിലോട്ട് പോയി കഴിഞ്ഞ പകലെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ മാലതിയെടുത്തി. ബോറടിച്ച് മരിക്കുമെന്ന് കമല പറയുന്നുണ്ട്. അത് കേട്ട് ചിരിയോടെ മാലതിയും പറയുന്നുണ്ട്, ഒരു വീടായ എന്തൊക്കെ ചെയ്യാനുണ്ട് കമലേ. എനിക്ക് ദിവസം 24 മണിക്കൂറും പോരാ, 30 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവും. ഞങ്ങളുടെ വീടിപ്പോ കമല കാണണം, ഇഷ്ടം പോലെ ചെടികളാ വീടിനകത്തും പുറത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അവിടെ സോഫയിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രഞ്ജുവിനെ കണ്ട് ഇവളെപ്പോഴും മൊബൈലിലാണോന്ന് മാലതി കമലയോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധര മേനോനും ഹരിയും കൂടി സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ടേ. മാലതിയും കമലയും വന്നത് കണ്ട് എഴുന്നേൽക്കുന്ന രഞ്ജുവിനോടായി സ്ക്രീൻ സ്പേസ് കുറയ്ക്കണം കേട്ടോ എന്ന് മാലതി പറയുമ്പോഴേക്കും രഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ടേ. ഗംഗാധര മേനോനും ഹരിയും കൂടി അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അമ്മേ, വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. നീ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം എന്ന് കമല പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടേക്ക് എന്ന് ഹരിയും. നീ പോയിട്ട് വാ, ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ പോ എന്ന് കമല പറയുമ്പോഴേക്കും ഹരിയും അവിടുന്ന് പോകുന്നുണ്ടേ. അപ്പോഴാണ് കമല ഗംഗേട്ടനോട് ചോദിക്കുന്നത്, ബാലചന്ദ്രന്റെ പ്രശ്നം എന്താണെന്ന് വല്ലതും അറിഞ്ഞു ഗംഗേട്ട എന്ന്. അതറിയാം, വൈജിയുടെ പ്രോബ്ലത്തെ പറ്റിയാ ഇപ്പൊ എനിക്കറിയേണ്ടത് എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും അതൊറ്റ പ്രശ്നമേ ഉള്ളൂ, അലീന എന്ന് കമലയും. അലീനെ പറ്റി എന്താ കമലയുടെ അഭിപ്രായമെന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും വീട്ടിൽ നിർത്താൻ പറ്റുന്ന പെണ്ണേയല്ല, ആണുങ്ങളോടൊക്കെ ശൃംഗരിക്കും, പെട്ടിന്ന് പൈസ അടിച്ചു മാറ്റും, സ്വർണവും മോഷ്ടിക്കും എന്ന് കമല പറയുന്നത് കേട്ട് ഇവിടുന്ന് എത്ര രൂപ അടിച്ചു മാറ്റി, എത്ര പവൻ സ്വർണം പോയി എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. കമല ഒരു പതർച്ചയോടെ, അല്ല, ഇവിടെ അവളുടെ വേലത്തരമൊന്നും നടന്നില്ല, എന്റെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യാൻ അവൾക്കൊരവസരവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കടപ്പാട്ടൂരിന്ന് എത്ര പൈസ മോഷ്ടിച്ചു, എത്ര സ്വർണം അവൾ അടിച്ചു മാറ്റിയെന്ന് ഗംഗേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ട കമല വീണ്ടും തപ്പി തടഞ്ഞോണ്ട് അതിന്റെ കണക്കെല്ലാം വൈജിക്കേ അറിയൂ, പക്ഷേ അവളെ പറഞ്ഞയച്ച അവിടുത്തെ പ്രശ്നം തീരും, അത് മാത്രമേ എനിക്കറിയാവൂ എന്ന് കമലയും പറയുന്നുണ്ട്. അപ്പോഴാണ് ഗംഗേട്ടൻ ആ ചോദ്യം ചോദിക്കുന്നത്, ആരുടെ നിർബന്ധം കൊണ്ടാണ് അലീനയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന്. അച്ഛന്റെ നിർബന്ധം കൊണ്ടാണെന്ന് കമല പറയുമ്പോൾ അലീന വരുന്നതിനും ആഴ്ചകൾക്ക് മുമ്പേ അച്ഛൻ മരിച്ചു പോയല്ലോ, അച്ഛന്റെ മരണശേഷം ആരാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് മനുവിന്റെ നിർബന്ധം കൊണ്ടാ, പക്ഷേ ഞാനും ശിവേട്ടനും വൈജിയും കെഞ്ചി പറഞ്ഞതാ, മനുവെ കഴക്കൂട്ടത്തുനിന്ന് ഹോം നേഴ്സ് വേണ്ടാന്ന്. അന്നേരം അവൻ ഒരേ നിർബന്ധം എന്ന് കമല പറയുമ്പോൾ നിർബന്ധിക്കാൻ എന്താ കാരണമെന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ അന്ത്യാഭിലാഷമായിരുന്നു എന്നാ മനു പറയുന്നത്, അലീനയെ തന്നെ കൊണ്ടുവരണം അമ്മയെ ശുശ്രൂഷിക്കാനെന്ന് എന്ന് കമല പറയുന്നത് കേട്ട് അച്ഛൻ കഴക്കൂട്ടത്ത് തന്നെ പോയി അലീനയെ കാണാനും സെലക്ട് ചെയ്യാനും എന്താ കാരണമെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ കഴക്കൂട്ടത്ത് ഓർഫനേജ് നടത്തുന്ന ഒരു സ്ത്രീ അച്ഛനെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാ അച്ഛൻ മനുവിനെയും കൂട്ടി കഴക്കൂട്ടത്ത് പോയതും അലീനയെ ബുക്ക് ചെയ്തതും എന്ന് കമല പറയുന്നത് കേട്ട് ഒരു നിമിഷം ആലോചനയോടെ നിന്നോണ്ട്, ഞങ്ങൾ അലീനയെ കണ്ടു, അമ്മയെ കണ്ടു, ബാലചന്ദ്രന്റെ മക്കളെ കണ്ടു, വൈജിയെയും ബാലചന്ദ്രനെയും കണ്ടു. കമല അലീനയെ പറ്റി പറഞ്ഞതെല്ലാം വെറും പരദൂഷണമാണെന്ന് മനസ്സിലായി എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ വൈജ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടു എന്ന് മാലതിയും പറയുന്നുണ്ട്. അല്ല, വൈജയ്ക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നുള്ളത് ശരിയാ എന്ന് കമല വീണ്ടും പറഞ്ഞുറപ്പിക്കുമ്പോൾ കമല ആ തെറ്റിദ്ധാരണകളിൽ എണ്ണയൊഴിച്ച് ആളി കത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റുള്ളവരുടെ വേദന ഒരു വിനോദമായിരിക്കും, പക്ഷേ അവര് ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. അപ്പോഴേക്കും മാലതിയും പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ആ കുടുംബം രക്ഷപ്പെടണമെങ്കിലെന്ന്. കമല അതിഷ്ടമാവാതെ പരുങ്ങലോടെ നിന്ന് സമ്മതിച്ചോണ്ട്, അയ്യോ, ഹരിക്ക് ഫോൺ വിളിച്ച് ലിസ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് തടി തപ്പുന്നുണ്ടേ. പിന്നീട് ബാലചന്ദ്രനെ കാണാനായി എത്തുന്ന മനുവിനെയും ബബിതയുമാണ് കാണിക്കുന്നത്. കണ്ണടച്ചു കിടക്കുന്ന ബാലചന്ദ്രനെ കണ്ട് നഴ്സിനോടായി ഉറക്കമാണോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രനും കണ്ണു തുറന്ന് ചിരിയോടെ, ഉറക്കമല്ല മനു, വെറുതെ കണ്ണടച്ച് കിടന്നതാ, ഓരോരോ കാഴ്ചകൾ കാണാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കണ്ണടച്ച് പിടിച്ചോണ്ട് കാഴ്ച കാണുകയാണോ, അതെങ്ങനെയാന്ന് മനുവും ചോദിക്കുന്നുണ്ട്. പുറകോട്ട് നോക്കിയാൽ മതി, കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട്, അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഓരോരോ കാഴ്ചകൾ കാണാം. ഫ്ലാഷ് ബാക്ക്, നമ്മുടെ വേഷങ്ങൾ, നാട്യങ്ങൾ, കള്ളത്തരങ്ങൾ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചിരിക്കുമ്പോൾ എന്റർടൈൻ ചെയ്യാനല്ലേ തന്നെത്താനെ എന്ന് മനുവും ചോദിക്കുന്നുണ്ട്.
ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പറ്റുക അമളികളും മണ്ടത്തരങ്ങളും എല്ലാം മനസ്സിലാവുന്നത്. മനുവിനോടായി പറഞ്ഞുകൊണ്ട് ബബിതയെ നോക്കിക്കൊണ്ട്, മോളെ അച്ഛൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ രാപ്പകൽ കിടക്കുന്നു. ഡോക്ടർ വരുന്നു, പരിശോധിക്കുന്നു, നഴ്സ് വരുന്നു, മരുന്ന് തരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അച്ഛനുടനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഞാൻ റെഡിയാ, ഡോക്ടർ സമ്മതിച്ചാൽ മതി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അച്ഛൻ നല്ല ഹെൽത്തി ആയിരുന്നല്ലോ, കോണിപ്പടിയൊക്കെ ഓടിയും ചാടിയും ഇറങ്ങിക്കൊണ്ടിരുന്നതല്ലേ, പിന്നെങ്ങനെയാ ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ ഹാർട്ട് ചിലരൊക്കെ ചേർന്ന് ഞെക്കി പൊട്ടിച്ചതാ. ഈ ബലൂൺ വീർപ്പിച്ചിട്ട് ചിലരിങ്ങനെ 2 കൈകൊണ്ടും അമർത്തി പൊട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ടെൻഷനോടെ കിടക്കുമ്പോഴേക്കും അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ടെൻഷനോടെ നിൽക്കുന്ന ബബിതയോടായി മനു പറയുന്നുണ്ട്. അങ്കിളിപ്പോ ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ വെച്ചോണ്ടാ പറയുന്നതെന്ന്. അത് കേട്ട് അച്ഛനെ ഇപ്പോ ആരാ ഇത്രമാത്രം പ്രഷർ ചെയ്യുന്നതെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, മനുഷ്യരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമുക്കൊരു ഏകദേശ രൂപമേ കാണാൻ പറ്റുകയുള്ളൂ, അകത്ത് വേറെ മനുഷ്യരാണെന്ന്. അത് കേട്ട് മനു വീണ്ടും ബബിതയോടായി ചോദിക്കുന്നുണ്ട്, കേട്ടല്ലോ, വല്ലതും മനസ്സിലായോന്ന്? ഒന്നും മനസ്സിലായില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും, ഉദാഹരണത്തിന് ബബിത മോള് രാവിലെ എഴുന്നേൽക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, കൃത്യമായി വീട്ടിൽ തിരിച്ചെത്തുന്നു. ഇങ്ങനെയാണല്ലോ അച്ഛൻ്റെയും അച്ഛനെ പോലെയുള്ള മണ്ടന്മാരുടെയും വിചാരം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയാനാവാതെ ഒരു പരുങ്ങലോടെ ബബിതയും നിൽക്കുന്നുണ്ട്. എങ്കിലും അത് മറച്ചു പിടിച്ചോണ്ട് അതെ അങ്ങനെയാണെന്ന് ബബിത ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. അത് കേട്ട് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത കള്ളങ്ങളൊന്നുമില്ലല്ലോ എന്ന്. ഇല്ല അച്ഛ എന്ന് ബബിത പറയുമ്പോഴേക്കും പാസ്വേഡ് ലോക്ക് മാറ്റിയിട്ട് മോളുടെ ഫോൺ ഇങ്ങ് തരുമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കൈ നീട്ടുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ മൊബൈലും പിടിച്ച് ബബിത പരുങ്ങലോടെ നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രന്റെയും മനുവിന്റെയും നോട്ടം കണ്ട് അവൾ തന്റെ മൊബൈലിന്റെ ലോക്ക് തുറന്ന് ബാലചന്ദ്രന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ. ബാലചന്ദ്രൻ മൊബൈലെല്ലാം നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ വാട്സപ്പ് ലോക്ക്, മെസ്സേജ് ലോക്ക്, ഇൻസ്റ്റാഗ്രാം ലോക്ക്, ഗാലറിയിൽ ലോക്ക് എന്ന് പറഞ്ഞ് ബബിതയെ നോക്കിക്കൊണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് മനുവും സംശയത്തോടെ അവളെ നോക്കുമ്പോഴേക്കും കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ മൊബൈൽ ബാലചന്ദ്രൻ ബബിതയുടെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ടേ. ഞാൻ 1ാം ക്ലാസ്സിൽ ചേരുന്നു. 1 മുതൽ പഠിച്ചു തുടങ്ങി മനുഷ്യരെ. കുറെ പഠിക്കാനുണ്ട് മനു. ഇന്നു വരെയുള്ള പരീക്ഷകളെല്ലാം തോറ്റുപോയി. നന്നായിട്ട് പഠിച്ചില്ല, ഇനിയെങ്കിലും ജയിക്കണ്ടേ എന്ന് പറഞ്ഞ് ആലോചനയോടെ കിടന്നുകൊണ്ട് ജയിക്കണം എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് ബബിത ബാലചന്ദ്രനോടായി പറയുന്നത്, നീലഗിരി ഇന്ന് ഗംഗാധരനങ്ങളും ആന്റിയും വന്നിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അവരാണ് എന്നെ വന്നു കാണാൻ ഏറ്റവും യോഗ്യരായവർ എന്ന് പറഞ്ഞ് ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് വരട്ടെ, കാണാം, അതും ഒരു സബ്ജക്റ്റാ, പഠിക്കാനുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ മനു എഴുന്നേറ്റുകൊണ്ട്, എന്നാ ഞാൻ അവളെ കൊണ്ടുവിടട്ടെ അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സമ്മതിക്കുമ്പോഴേക്കും മനു അവളെയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ മനുവിനെ തിരികെ വിളിച്ചോണ്ട്, മനു, നീ ബബിതയും കൊണ്ട് ടൗൺ വഴി പാസ് ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് മനു അവളെയും കൊണ്ട് പോകുമ്പോഴേക്കും ബാലചന്ദ്രനും ഒരു ചിരിയോടെ ഓരോന്നോർത്ത് കിടക്കുന്നുണ്ടേ. പിന്നീട് രാത്രിയാവുമ്പോൾ മുത്തശ്ശിക്ക് കഷായം എടുത്തു കൊടുക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അവൾ മുത്തശ്ശിയുടെ വയറിൽ തടവിക്കൊണ്ട് ഈ ബെൽറ്റ് അഴിച്ചു മാറ്റിയാൽ നടക്കാൻ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് മതിയെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും, മാഡം ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞ് അലീന ആ ഗ്ലാസ് കഴുകാനായി പോകുന്നുണ്ടേ. അതെല്ലാം കഴുകി വെച്ച് അലീന റൂമിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും കിടക്കാനായി തുടങ്ങുന്ന മുത്തശ്ശിയെ അവൾ പുതപ്പിച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അലീന താഴെ തന്റെ പാവിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇത് അങ്ങോട്ട് വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുമെന്ന് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് ആണോ, നാളെ വരുമോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞു, അതിനുവേണ്ടി അമ്മ വിളിച്ചത് എന്ന് അലീനയോടായി പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് പോകുന്നുണ്ടേ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എത്ര ദിവസമായി അവൻ ആശുപത്രി കയറിയിട്ട്, എല്ലാം ഭേദമായിട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അത് കേട്ട് അലീനയും പറയുന്നുണ്ട്, അപ്പോ നാളെ തന്നെ എനിക്ക് പോകാമെന്ന്. ഇതൊക്കെ അവൻ വന്നിട്ട് തീരുമാനിക്കാം കുഞ്ഞെ എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് അലീന ലൈറ്റ് ഓഫ് ചെയ്തോണ്ട് പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ടേ. പിന്നീട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി കിടക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. വിജയന്തിയും കൃഷ്ണമോളും കൂടി അങ്ങോട്ടെത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ വൈജിയുടെ മുഖത്ത് പോലും നോക്കാതെ ദേഷ്യത്തോടെ തന്നെ കിടക്കുന്നുണ്ട്. ഡോക്ടർ ഡിസ്ചാർജിന് എഴുതി തന്നിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്യട്ടെ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രനും അവളുടെ മുഖത്ത് പോലും നോക്കാതെ സ്ട്രിക്റ്റ് ആയി മൂളിക്കൊണ്ട് സമ്മതിക്കുന്നുണ്ട്. വൈജയന്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും തന്റെ അരികിൽ നിൽക്കുന്ന കൃഷ്ണയോടായി, മോളെ ഗോവർദ്ധനൻ വന്നിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, വിളിക്കണോ? പാസേജിൽ നിൽപ്പുണ്ടായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും
വിളിക്കാനായി ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കൃഷ്ണ ഗോവർദ്ധനെ വിളിക്കാനായി പോകുമ്പോഴേക്കും മനുവും ഹോസ്പിറ്റൽ ബില്ലുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മനു ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇങ്ങു തായെന്ന് പറഞ്ഞ് വൈജയന്തി വാങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വൈജയെ വാങ്ങാൻ സമ്മതിക്കാതെ ബാലചന്ദ്രൻ കൈ നീട്ടി മനുവിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങുന്നുണ്ട്. അത് കണ്ട് വൈജയന്തി ദേഷ്യത്തോടെ ഞാനല്ലേ മനു ആദ്യം കൈ നീട്ടിയതെന്ന് ചോദിക്കുമ്പോഴേക്കും അതിനെന്തു വേണമെന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കണ്ട് ആന്റി എന്തിനു വെറുതെ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അല്ല മനു, ഞാൻ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ കാണുന്നതേ ഇഷ്ടമല്ല, ദിവസങ്ങളായിട്ട് ഇത് തന്നെയാ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ കിടക്കുന്നിടത്തിന്ന് എണീറ്റോണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനെന്തു വേണം, ഇനി അങ്ങോട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിനെന്തു വേണം എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും മനു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചോണ്ട് അങ്കിളെ അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല, എന്താ ഈ കാണിക്കുന്നെന്നും പറഞ്ഞ് ബാലചന്ദ്രനെ അങ്ങോട്ട് കിടത്തുന്നുണ്ട്. അതെല്ലാം കേട്ട് വൈജയന്തി ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും കൃഷ്ണയും അങ്ങോട്ട് വരുന്നുണ്ട്. വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും നിൽപ്പും ഭാവവും എല്ലാം കണ്ട് ടെൻഷനോടെ അകത്തോട്ട് വന്ന് അച്ഛ എന്താ അച്ഛ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഗോവർദ്ധനും അങ്ങോട്ടെത്തുന്നുണ്ട്. ബാലചന്ദ്രൻ ആ ബില്ല് ഗോവർദ്ധന്റെ കയ്യിലോട്ട് കൊടുത്തോണ്ട് ഇതാ ബില്ല്, പേ ചെയ്തിട്ട് വാ, ഫാർമസിയിലും കയറണം, ടേബിളിലെ മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോഴേക്കും മനു പോയി ആ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുന്നുണ്ടേ. ഗോവർദ്ധൻ അതെല്ലാമായി പുറത്തേക്ക് പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന വൈജയന്തിയെ കണ്ട് കൃഷ്ണയും ടെൻഷനോടെ നോക്കി നിൽപ്പുണ്ട്. കൃഷ്ണമല്ലേ ബാലചന്ദ്രന്റെ അരികിലേക്ക് നടന്ന് അദ്ദേഹത്തിന്റെ കൈയെടുത്ത് പിടിച്ചോണ്ട് അച്ഛൻ എന്തായി പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നതല്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ ഹൃദയം പൊട്ടിയിരിക്കുക മോളെ, ഡോക്ടർമാരെല്ലാരും ചേർന്ന് അത് തുന്നി വെച്ചിരിക്കുക, ഉണങ്ങിയിട്ടില്ല, അതാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന വൈജയന്തിയും അവിടുന്ന് മാറിപ്പോകുന്നുണ്ടേ. അപ്പോഴേക്കും ബാലചന്ദ്രന്റെ ഡോക്ടർ അങ്ങോട്ടെത്തി പോവാൻ തയ്യാറായിരിക്കുകയാണല്ലേ, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആകെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും തന്നെ ഇരിപ്പാ. എല്ലാവരും ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഡോക്ടർ അവരെയെല്ലാം ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്, ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ, ഒരു മുറുക്കം എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ഡോക്ടർ, പോകുന്നതിന്റെ തിരക്കിലാണെന്ന് മനു പറയുമ്പോഴേക്കും മിസ്റ്റർ ബാലചന്ദ്രൻ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യരുത്, ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ ആളുണ്ടല്ലോ, സന്തോഷകരമായ സംഭാഷണങ്ങൾ, കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ആളുകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സംഗീതം, ഇതൊക്കെയായിട്ട് മിങ്കിൾ ചെയ്തങ്ങ് പോയാൽ മതി, ആരുമായിട്ടും ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റ്സും വേണ്ട, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിയുമെങ്കിൽ ഇപ്പോഴത്തെ സറൗണ്ടിങ്സ് വിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉടനെ തന്നെ മാറി താമസിക്കുക, അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല എന്ന് ബാലചന്ദ്രനോടായി പറഞ്ഞുകൊണ്ട് അവിടെ മാറി നിൽക്കുന്ന വൈജയന്തിയോടായി മിസ്സിസ് ബാലചന്ദ്രൻ ഇതൊന്ന് ശ്രദ്ധിക്കണേ, എന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് വരൂ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറും നഴ്സും അവിടെ നിറങ്ങി പോകുന്നുണ്ടേ. ബാലചന്ദ്രൻ അപ്പോഴും വൈജയന്തിയുടെ മുഖത്ത് പോലും നോക്കാതെ ദേഷ്യത്തോടെ ഒരു ഇരിപ്പ് തന്നെയാ. മനു അപ്പോഴേക്കും വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്ന് ആന്റി ചെല്ല് എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിയും ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്കായി പോകുന്നുണ്ടേ. ഡോക്ടർ തന്റെ റൂമിലെത്തുമ്പോഴേക്കും പുറകെ തന്നെ വൈജയന്തിയും അങ്ങോട്ടെത്തുന്നുണ്ട്. വൈജയന്തിയെ കണ്ട് കയറി വന്നോളൂ എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. വൈജയന്തി ചെന്ന് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും മാഡത്തിന്റെ പേരെന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട്. വൈജയന്തി എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും വർക്കിംഗ് ആണോ, എവിടെയാണെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതെ, ബാങ്ക് ഓഫ് ഡെക്കാൻ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഹസ്ബൻഡിന് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ നമ്മൾ എല്ലാ ചെക്കപ്പും നടത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുകയാണ്, പുറമെ ഹെൽത്തി ആയിട്ട് തോന്നുമെങ്കിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും മുമ്പ് നടത്തിയിട്ടുള്ള ചെക്കപ്പിലെല്ലാം എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. പേഷ്യന്റിന്റെ ടോട്ടൽ സിവിയർ പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം, മാഡത്തിന്റെ ഹസ്ബൻഡ് ഇമോഷണൽ ലെവൽ കൂടിയ ഒരാളാണ്, പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ റിയാക്ട് ചെയ്യില്ല, സപ്രസ് ചെയ്തു വെക്കും എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും വൈജയന്തിയും ഒരു ചിരിയോടെ എന്റെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ യഥാർത്ഥ സംഘർഷത്തിന്റെ 10% മാത്രമാണ്, മാഡം മനസ്സിൽ തോന്നുന്നത് അതേപോലെ പ്രകടിപ്പിക്കും അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നത് കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.